പേരുകേട്ട മറയൂരിലെ കരിമ്പ് കൃഷി ചുരുങ്ങുന്നു. വിവിധ പ്രതിസന്ധികളാണ് മറയൂരിലെ കരിമ്പ് കർഷകർ നേരിടുന്നത്. തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടിവും മണ്ണിന്റെ വളക്കൂറ് നഷ്ടമായതും കരിമ്പ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങിക്കഴിഞ്ഞു. ഏറെ പേര് കേട്ടതാണ് മറയൂരിലെ കരിമ്പ് കൃഷി. കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന മറയൂർ ശർക്കരയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഭൗമസൂചിക പദവി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് മറയൂരിലെ കരിമ്പ് കർഷകർ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. കരിമ്പിൻ തോട്ടങ്ങളിൽ കൃഷിജോലികൾക്കായി തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു. തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാവാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. ഇതുമൂലം മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിൽ എത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പനക്കുറവിനും ഇടവരുത്തുന്നുവെന്നും കർഷകർ പറഞ്ഞു. മറയൂർ ശർക്കരക്ക് GI ടാഗ് കിട്ടിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഇപ്പോഴും 15 കൊല്ലം മുന്നുള്ള വിലയാണ് എന്ത് ചെയ്യുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ മറയൂർ ശർക്കരക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഫേക്ക് ആയിട്ടുള്ള ജാഗരി നമുക്ക് എന്താണ് തമിഴ്നാടിൽ നിന്നും കർണാടക മാർക്കറ്റുകളിൽ നിന്നും വന്നിട്ട് മറയൂർ ശർക്കര എന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്യാണ് നാട്ടിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പല ബ്രാൻഡുകളും ഇപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള ജാഗരി മേടിച്ച് എന്ത് ചെയ്യുന്നുണ്ട് മറയൂർ ശർക്കര എന്ന് പറഞ്ഞ രീതിയിൽ വില കുറച്ചിട്ട് വിൽക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി. മണ്ണിലെ വളക്കൂറ് നഷ്ടമായതും കാട്ടുമൃഗശല്യവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. ഇതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി കുറഞ്ഞു. കരിമ്പ് കൃഷി ചെയ്തു പോന്നിരുന്ന ഭൂമി തരിശായി മാറുകയോ ടൂറിസവുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നിലവിലെ സ്ഥിതി തുടർന്നാൽ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങിയേക്കാം. ന്യൂസ് ബ്യൂറോ, അടിമാലി.